എനിക്ക് രണ്ടിലൊന്നും അറിയണം. പറഞ്ഞു വന്നത് ഇവര് അമ്മയും മക്കളും എല്ലാരും കൂടെ ചേർന്ന് ഒരു ഓൺലൈൻ സാരിക്കട തുടങ്ങിയിരുന്നു. അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. ഈ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. എനിക്ക് തോന്നുന്നു അതിനകത്ത് മെയിൻ ആയിട്ട് നോക്കി നടത്തുന്ന അഹാനയാണെന്ന് തോന്നുന്നു. ഇത് വലിയ ശല്യമായല്ലോ. ഇപ്പൊ നിലവില് ഇവരുടെ സാരിക്ക് വില കൂടുതലാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മറ്റ് സൈറ്റുകളിൽ, ഷോപ്പിംഗ് സൈറ്റുകളിൽ സാരിക്ക് വിലക്കുറവാണ്. പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു തണ്ടി. നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ഈ ഒരു ആരോപണം ഇവർ ഈ ഒരു ബ്രാൻഡ് ജനങ്ങളോട് എത്തിച്ച സമയത്ത് തന്നെ വന്നിട്ടുള്ളതായിരുന്നു. ഇവരുടെ സാരിക്ക് വില കൂടുതലാണ്. ഈ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നത് അടിപൊളി പരിപാടി കേട്ടോ. സെയിം സാരി തന്നെ, സെയിം ക്വാളിറ്റി ഉള്ള സാരി മറ്റ് സൈറ്റുകളിൽ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കെട്ടിണ്ടില്ല. അന്ന് ആര്യബിഡയുടെ കാഞ്ചീപുരമായിട്ടായിരുന്നു കമ്പാരിസൺ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ആര്യബിഡയുടെ കാഞ്ചീപുരത്തിലാണ്ട് 9500 രൂപ കിട്ടുന്ന സാരി, ഈ സെയിം സാരി, സെയിം പാറ്റേൺ, സെയിം ഡിസൈൻ, എവറിത്തിങ് സെയിം. ഇവരുടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 14,990 രൂപ. ഇവ കള്ളനല്ല, പെരുങ്കള്ളനാ. ഇതിലും ഭേദം കക്കാൻ ഇറങ്ങിക്കൂടെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇവർ ഓണം കളക്ഷൻ എന്നും പറഞ്ഞിട്ട് ഒരു സാരി ഇറക്കി. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ പൊങ്ങി വന്നിരിക്കുന്ന കാര്യം. ഇതാണ് അഹാന ഇറക്കിയ ഓണം കളക്ഷന്റെ സാരി. ഇതേ സെയിം സാരി തന്നെ മറ്റൊരു സൈറ്റിൽ ഇതിനേക്കാളും 2,700 രൂപ കുറവില് കണ്ടു ആളുകൾ. ഈ ദ്രോഹം ഒരിക്കലും സമ്മതിക്കാൻ ഒക്കില്ല. ഈ തോന്നിവാസത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. നമ്മൾ അവിടെ കണ്ട സെയിം സാരി തന്നെ കണ്ട ഈ ഒരു ഓൺലൈൻ ഷോപ്പിൽ മറ്റൊരു വിലയ്ക്ക്. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും സെയിം തന്നെ. ആ കൂടിയുള്ള ഒരു വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിനകത്തുള്ള വ്യത്യാസമാണ്. അയ്യോ, മനുഷ്യന്മാർ ഇങ്ങനെ പറയോ? ഇവര് തന്റെ 4,800 രൂപയ്ക്കാണ് ഈ ഒരു സാരി വിൽക്കുന്നതെങ്കിൽ നമ്മുടെ അഹാനയുടെ സൈറ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് 7,499 രൂപ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ.